വിദ്യാജ്യോതി ഫിസിക്സ് പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ അധ്യായമായ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുതിയുടെ താപഫലം, അതിലെ വിവിധ ഭാഗങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് കടക്കാം. We are using nichrome as heating element in electric goods using heating effect of electricity. Why? വൈദ്യുതിയുടെ താപഫലം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ നാം താപചാലകമായി ഉപയോഗിക്കുന്നത് നിക്രോമാണ്. എന്തുകൊണ്ട്? ഇറ്റ് ഹാസ് ഹൈ റെസിസ്റ്റിവിറ്റി, ഉയർന്ന പ്രതിരോധം ഈ ചാലകത്തിനുണ്ട്. ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന ദ്രവണാങ്കമാണ്. എബിലിറ്റി ടു റിമെയിൻ ഇൻ എ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിത്തൌട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്, ചുവന്ന് ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഓക്സീകരണം സംഭവിക്കാതെ കൂടുതൽ സമയം നിലനിൽക്കാനുള്ള കഴിവ്. അപ്പോൾ നിക്രോം ഉപയോഗിക്കുന്നതിന് പിന്നിലുള്ള യുക്തി എന്താണെന്ന് നോക്കാം. നിക്രോമിന് ഉയർന്ന പ്രതിരോധമാണ്. ഉയർന്ന പ്രതിരോധത്തിൽ വോൾട്ടേജിന് അനുസൃതമായി വൈദ്യുതി ഒഴുകാൻ കഴിയുന്നില്ല. അതിനാൽ ഈ തടസ്സം ഇലക്ട്രോണിന്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ താപോർജ്ജം ഉണ്ടാകുന്നു. നിക്കലിനോ ക്രോമിയത്തിനോ ഇരുമ്പിനോ തനിയെ ഈ ഉയർന്ന പ്രതിരോധം ഉണ്ടാക്കാനാകില്ല. അതിനാലാണ് ഇവയെ സംയോജിപ്പിച്ച് നിക്രോം ലോഹസങ്കരമാക്കി മാറ്റുന്നത്. Which are the devices have no heating conductor, but it use the heating effect of electricity? താപചാലകങ്ങൾ ഉപയോഗിക്കാതെ തന്നെ വൈദ്യുതിയുടെ താപഫലം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അവയിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് മൈക്രോവേവ് ഓവനും ഇൻഡക്ഷൻ കുക്കറും. അതിന് പിന്നിലുള്ള ശാസ്ത്രീയത എന്താണ്? മൈക്രോവേവ് ഓവൻ ആൻഡ് ഇൻഡക്ഷൻ കുക്കർ ആർ അപ്ലയൻസ് വിച്ച് ഡു നോട്ട് യൂസ് എ ഹീറ്റിംഗ് കോയിൽ. ഇൻ എ മൈക്രോവേവ് ഓവൻ microwaves are used and induction cooker use eddy current. അപ്പോൾ മൈക്രോവേവ് ഓവനിൽ മൈക്രോവേവ്സ് ആണ് ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ എഡ്ഡി കറണ്ടിന്റെ സാന്നിധ്യമാണ് ഇൻഡക്ഷൻ കുക്കറിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കാൻ ഉപയോഗിക്കുന്നത്. സേഫ്റ്റി ഫീസ്, വൈദ്യുതിയുടെ താപഫലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണമാണ് സേഫ്റ്റി ഫീസ്. സേഫ്റ്റി ഫീസ് ഇസ് എ ഡിവൈസ് ദാറ്റ് വർക്ക്സ് on the heating effect of electric current, which protect us and the appliance from the danger like a short circuit or overloading. ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിംഗ്, ഈ രണ്ട് കണ്ടീഷനിലും ഉണ്ടാകുന്ന എക്സസ് കറണ്ട് ഉണ്ടാക്കുന്ന അപകടത്തിൽ നിന്നും നമ്മെയും ഉപകരണങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഉപകരണമാണ് സേഫ്റ്റി ഫീസ്. ഇറ്റ് കോസ് എക്സസ് കറണ്ട് ഫ്ലോ ത്രൂ ദി സർക്യൂട്ട്. അതായത് ഈ ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും അമിത വൈദ്യുതി പ്രവാഹമാണ് ഉണ്ടാക്കുന്നത്. ഫ്യൂസ് വയർ ഈസ് ആൻ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. വൈദ്യുത ഫ്യൂസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്യൂസ് വയർ ടിന്നും ലെഡും ചേർന്നുള്ള ലോഹ സങ്കരമാണ്. ഈ ലോഹസങ്കരത്തിന് ഉയർന്ന പ്രതിരോധവും താഴ്ന്ന ദ്രവണാങ്കവുമാണ്, ഹൈ റെസിസ്റ്റിവിറ്റി ആൻഡ് ലോ മെൽറ്റിംഗ് പോയിന്റ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡോ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാക്കുന്ന അമിത താപം ഈ ഫ്യൂസ് വയറിനെ ഉരുക്കുകയും ഈ എൻറ്റയർ സർക്യൂട്ടിനെ വിച്ഛേദിച്ച് നമ്മളെയും ഉപകരണങ്ങളെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഡ്യൂറിംഗ് എക്സസ് കറണ്ട് പാസസ് ബൈ ഓവർലോഡ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ഡ്യൂ ടു ഹൈ റെസിസ്റ്റിവിറ്റി, ഹീറ്റ് ഇൻക്രീസ്ഡ്. വെൻ ഹീറ്റ് ഇൻക്രീസ്ഡ് ദ ഫ്യൂസ് വയർ മെൽറ്റ് ആൻഡ് ഡിസ്കണക്ട് ദ എൻറ്റയർ സർക്യൂട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡ്. എന്താണ് ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡും? ഇഫ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് എ ബാറ്ററി ഓർ ടു വയേഴ്സ് ഫ്രം ദ മെയിൻ കം ഇൻ ടു കോണ്ടാക്ട് വിത്തൌട്ട് ദ പ്രസൻസ് ഓഫ് എ റെസിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ, ദേ ആർ സെറ്റ് ടു ബി ഇൻ ഷോർട്ട് സർക്യൂട്ട്. അപ്പം ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും അതേപോലെ തന്നെ മെയിനിൽ നിന്നുള്ള ലൈവ് ലൈൻ, അതായത് ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും ഒരു പ്രതിരോധത്തിന്റെ സാന്നിധ്യമില്ലാതെ തന്നെ സമ്പർക്കത്തിൽ വരുന്നു അല്ലെങ്കിൽ കോണ്ടാക്റ്റിൽ വരുന്നു. ആ ഒരു സാഹചര്യമാണ് ഷോർട്ട് സർക്യൂട്ട്. എ സർക്യൂട്ട് ഈസ് സെറ്റ് ടു ബി ഓവർലോഡഡ് ഇഫ് ദ ടോട്ടൽ പവർ ഓഫ് ഓൾ ദ അപ്ലയൻസസ് കണക്റ്റഡ് ടു ഇറ്റ് ഈസ് മോർ ദാൻ വാട്ട് ദ സർക്യൂട്ട് ക്യാൻ വിത്ത്സ്റ്റാൻഡ്. അതായത് ഒരു സർക്യൂട്ടിൽ അതിന് താങ്ങാവുന്നതിലും അധികം ഉപകരണങ്ങളെ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ആ ഒരു സാഹചര്യമാണ് ഓവർലോഡിംഗ്. ഈ സാഹചര്യത്തിൽ തീർച്ചയായും ഫ്യൂസ് വയർ ഉരുകിപ്പോകുന്നതാണ്. കാരണം അമിത വൈദ്യുത പ്രവാഹം എപ്പോഴൊക്കെ ഉണ്ടായാലും അവിടെ ഫ്യൂസ് വയർ ഉരുകിപ്പോകാനുള്ള കാരണമാകും. ഈസ് ദ കറണ്ട് പാസിംഗ് ത്രൂ ഡിഫറെന്റ് സർക്യൂട്ട് ദ സെയിം? എല്ലാ
സർക്യൂട്ടിലൂടെയും വൈദ്യുതി ഒരേപോലെയാണോ ഒഴുകുന്നത്? അപ്പോൾ ഈ സർക്യൂട്ടിലെല്ലാം ഒരേ ഫീസ് വയർ തന്നെയോ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് നമുക്കിവിടെ വ്യക്തമാക്കേണ്ടത്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് ഡിഫേഴ്സ് ഫ്രം വൺ അപ്ലയൻസ് ടു അനദർ. ഹെൻസ് ഫീസ് വയർ ഓഫ് അപ്രോപ്രിയേറ്റ് ആംപിയറേജ് ഷുഡ് ബി സെലക്ടഡ്. അതായത് നമ്മൾ ഫീസ് വയറിന്റെ കനം കൂടുന്തോറും അതിന്റെ റെസിസ്റ്റൻസ് കുറയുന്നുണ്ട്, കനം കുറയും തോറും അതിന്റെ റെസിസ്റ്റൻസ് കൂടുന്നുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ കനം വിപരീത അനുപാതത്തിലാണെന്ന് നമുക്കറിയാം. അപ്പം ഇവിടെ ഗേജ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി നമ്മൾ കണക്കിലെടുക്കുന്നുണ്ട്. ഗേജ് എന്ന് പറയുന്നത് ഗേജ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ ഡയമീറ്റർ ഓഫ് എ കണ്ടക്ടർ. അതായത് ഡയമീറ്ററിന്റെ വിപരീത അനുപാതത്തിലാണ് ഗേജ് ഉള്ളത്. അതായത് കണ്ടക്ടറിന് കനം കൂടുമ്പോൾ, ഡയമീറ്റർ കൂടുമ്പോൾ ഗേജ് കുറയും. അതേപോലെ തന്നെ കനം കുറയുമ്പോൾ ഗേജ് കൂടും. അപ്പം ഗേജ് കൂടിയ ഒരു വയർ എടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കനം കുറഞ്ഞ വയറായിരിക്കും എടുക്കുന്നത്. അതിന് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ആസ് ദ ഗേജ് ഇൻക്രീസ് ദ തിക്നെസ് ഓഫ് ദ കണ്ടക്ടർ ഡിക്രീസ് ആൻഡ് ഹെൻസ് ദ ആംപിയറേജ് ഈസ് ഓൾസോ ഡിക്രീസസ്. അപ്പം കനം കുറഞ്ഞ വയർ എടുക്കുമ്പോൾ അതിന് പ്രതിരോധം കൂടും. അതിന്റെ ആംപിയറേജ്, അതായത് കറണ്ടിന്റെ അളവ് അവിടെ കുറയുകയായിരിക്കും ചെയ്യുന്നത്. എന്താണ് ആംപിയറേജ്? ആംപിയറേജ് ഈസ് ദ റേഷ്യോ ഓഫ് പവർ ഓഫ് ആൻ എക്യുപ്മെന്റ് ടു ദി വോൾട്ടേജ്. പവറും വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ ആണ് ആംപിയറേജ്. ആംപിയറേജ് ഇൻക്രീസ് വിത്ത് ദ തിക്നെസ് ഓഫ് ദ കണ്ടക്ടർ. അപ്പം ആംപിയറേജ് ഇൻക്രീസ് ചെയ്യുന്നത് തിക്നെസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസൃതമായിട്ടായിരിക്കും. അപ്പം പ്രതിരോധം കുറഞ്ഞ അവസ്ഥയിലാണ് ആംപിയറേജ് കൂടുന്നത്. ഒരു ഹൗസ് ഹോൾഡ് സർക്യൂട്ടിന് ഒരു പർട്ടിക്കുലർ ഗേജ് ഫീസ് വെയർ ആവശ്യമാണ്. ആ ഫീസ് വെയർ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. കാരണം എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന ഓവർലോഡ്, അതുപോലെ ഷോർട്ട് സർക്യൂട്ട് സാഹചര്യങ്ങളിൽ കൃത്യമായി നമ്മുടെ സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുകയും അതിലൂടെ നമ്മളും അതുപോലെ തന്നെ ഉപകരണങ്ങളും സംരക്ഷിക്കപ്പെടുകയുള്ളൂ. When a fuse wire is included in a household wiring, what are the precautions to be taken? Let's see. അപ്പം നമ്മൾ ഫീസ് വയർ ഒരു ഫീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? The ends of the fuse wire must be connected firmly at appropriate points. ഫ്യൂസിന്റെ അപ്രോപ്രിയേറ്റ്, അതായത് കൃത്യമായ പോയിന്റുകളിലേക്ക് നമ്മൾ ഫീസ് വയറിനെ ബന്ധിപ്പിക്കണം. The fuse wire should not project out ഓഫ് ദ കാരിയർ ബേസ്. കാരിയർ ബേസിന്റെ പുറത്തേക്ക് നമ്മുടെ ഫീസ് വയർ തള്ളി നിൽക്കാൻ പാടില്ല. കാരണം അതിലൂടെ ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇലക്ട്രിക് പവർ. എന്താണ് ഇലക്ട്രിക് പവർ? ദ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം ഈസ് ഇറ്റ്സ് പവർ. അപ്പം ഒരു യൂണിറ്റ് ടൈമിൽ ഒരു വൈദ്യുത ഉപകരണം എടുക്കുന്ന എനർജിയുടെ, ഊർജത്തിന്റെ അളവാണ് പവർ. പവർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്? പവർ ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് P=W/T. ഇവിടെ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. വൈദ്യുതിയുടെ താപഫലമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഹീറ്റാണ്. അപ്പം ജൂൾസ് ലോയിൽ നിന്നും പവറിന്റെ വിവിധ ഇക്വേഷൻസ് നമുക്കൊന്ന് ഡിറൈവ് ചെയ്തെടുത്തു നോക്കാം. അക്കോർഡിംഗ് ടു ജൂൾസ് ലോ, the heat generated in an electrical circuit in an interval of time t second or the work done is H is equal to I square RT. Then how is the power calculated? അപ്പം H is equal to I square RT എന്ന ഹീറ്റ് ആണ് ഇവിടുത്തെ വർക്ക് എന്ന് നമുക്കറിയാം. കാരണം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന താപത്തെയാണ് പ്രവൃത്തി എന്ന് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ H is equal to I square RT. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ടൈമിലേക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ടൈം ടി എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ പവർ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം എന്ന ആ ഇക്വേഷനിലേക്ക് എച്ച് ഡിവൈഡഡ് ബൈ ടി എന്ന ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എച്ചിന് പകരം P=I²RT എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ P=I²R എന്ന ഇക്വേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പം കറണ്ടും റെസിസ്റ്റൻസും തമ്മിലുള്ള ബന്ധം വെച്ചുകൊണ്ട് നമുക്ക് പവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതേ അവസരത്തിൽ തന്നെ ഓംസ് ലോയെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ I=V/R ഈ ഇക്വേഷൻ നമുക്ക് ഐയുടെ സ്ഥാനത്ത് അപ്ലൈ ചെയ്യാൻ കഴിയുവാണെങ്കിൽ P=I²R എന്നുള്ള ഇക്വേഷൻ P=V/R എന്ന ഇക്വേഷൻ ഐയുടെ സ്ഥാനത്ത് അപ്ലൈ ചെയ്ത്
നമുക്ക് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എന്ന ഇക്വേഷനിലേക്ക് കിട്ടും. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ വെച്ച് പവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പി ഇസിക്കൽ ടു ഐ സ്ക്വയർ ആർ എന്ന ഇക്വേഷനിലേക്ക് ആറിന്റെ വാല്യൂ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ ഓംസ് ലോയിൽ നിന്നും ആർ ഇസിക്കൽ ടു വി ഡിവൈഡഡ് ബൈ ഐ എന്ന വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പി ഇസിക്കൽ ടു വി ഐ എന്ന ഒരു റിലേഷൻ കിട്ടുന്നുണ്ട്. അവിടെ കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസും വെച്ചുകൊണ്ട് നമുക്ക് പി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ലഭിക്കുന്നത്. ഇലക്ട്രിക് പവറിന്റെ യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്, വാട്ട്സ്. പല ബൾബുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് വാട്ട്സ്. അത് എന്തിന്റെ യൂണിറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവറിന്റെ യൂണിറ്റ് ആണ്. അടുത്തതായി നമുക്കൊരു പ്രോബ്ലം പരിചയപ്പെടാം. ആൻ അപ്ലയൻസ് ഓഫ് പവർ 540 watts is used in a branch circuit. If the voltage is 230 volt, what is the amperage? ആംപിയറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം ആണിത്. ആംപിയറേജിന്റെ ഇക്വേഷൻ നമുക്കറിയാം, വാട്ടേജ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ്. അതായത് I ഇസിക്കൽ ടു പി ഡിവൈഡഡ് ബൈ വി. പി ഇസിക്കൽ ടു വി ഐ എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിലേഷനാണ് ഐ ഇസിക്കൽ ടു ഡബ്ല്യു ഡിവൈഡ് ബൈ വി എന്ന് പറയുമ്പോൾ. ഇവിടെ നമുക്കറിയാം തന്നിരിക്കുന്ന പവർ 540 ആണ്. അതുപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 230 വോൾട്ട് ആണ്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 2.34 ആംപിയർ ആണ്. അതിന് നമുക്ക് റൗണ്ട് ചെയ്ത് അപ്രോക്സിമേറ്റ് വാല്യൂയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. 2.4 ആംപിയറിലേക്ക് നമുക്ക് എഴുതാൻ പറ്റും. അടുത്തൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. എ ഹീറ്റിംഗ് അപ്ലയൻസ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 115 ohm. If 2 ampere current flows through it, what is the power of the appliance? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വാണ്ടിറ്റി റെസിസ്റ്റൻസും കറണ്ടുമാണ്. അതിൽ നിന്നും പി കണ്ടുപിടിക്കാനുള്ള റിലേഷൻ നമുക്കറിയാം. പി ഇസിക്കൽ ടു ഐ സ്ക്വയർ ആർ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിലേക്ക് ഐ സ്ക്വയറിന് പകരം 2 സ്ക്വയറും ആറിന് പകരം 115ഉം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും 460 വാട്ട് കിട്ടും. അടുത്തൊരു പ്രോബ്ലം നോക്കാം. എ കറണ്ട് ഓഫ് 0.4 ampere flows through an electric bulb working at 230 volt. What is the power of the bulb? അപ്പോൾ തന്നിട്ടുള്ള ക്വാണ്ടിറ്റി ഒന്ന് കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസും ആണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് അറിയാം പവർ കണ്ടുപിടിക്കാനുള്ള റിലേഷൻസ് പി ഇസിക്കൽ ടു വി ഐ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ഇക്വേഷൻ പരിഗണിച്ച് നമുക്ക് പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പി ഇസിക്കൽ ടു വി ഐ, അപ്പം തന്നിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 230 ആണ്. അതേപോലെ തന്നെ കറണ്ട് എന്ന് പറയുന്നത് 0.4 ആംപിയർ ആണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് പി ഇസിക്കൽ ടു 92 വാട്ട് ആണ്. ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ പ്രകാശഫലത്തെക്കുറിച്ചാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാ ലാമ്പുകളും വൈദ്യുതിയുടെ പ്രകാശഫലം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഇൻകാൻഡസന്റ് ലാമ്പ്, ഫിലമെന്റ് ലാമ്പ് നമുക്ക് ആദ്യമായിട്ട് പരിഗണിക്കാം. അപ്പം എന്തുകൊണ്ടാണ് ഫിലമെന്റ് ലാമ്പിൽ ടങ്സ്റ്റൺ എന്ന് പറയുന്ന ലോഹം ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നോക്കിയാൽ, അതിന്റെ ഹൈ റെസിസ്റ്റിവിറ്റി, ഉയർന്ന പ്രതിരോധം, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന ദ്രവണാങ്കം, ഹൈ ഡക്റ്റിലിറ്റി, അതായത് പെട്ടെന്ന് പൊട്ടിപ്പോകാത്ത ഒരവസ്ഥ, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ദ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ, ചൂടുള്ള സമയം ധവളപ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവ്. ഇത്രയും പ്രത്യേകതകളാണ് ലാമ്പിൽ ടങ്സ്റ്റൺ ഫിലമെന്റ് ഉപയോഗിക്കാനുള്ള ഒരു പ്രത്യേകതയായി മാറിയത്. അതിനോടൊപ്പം തന്നെ ഏതൊരു വസ്തുവും ചൂടാവുന്ന സമയത്ത് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് ഓക്സിഡേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും ടങ്സ്റ്റനും അത്തരത്തിലുള്ള ഓക്സിഡേഷൻ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇനേർട്ട് ഗ്യാസ് ഫില്ല് ചെയ്ത് ഒരവസ്ഥയിലാണ് ബൾബ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനേർട്ട് ഗ്യാസ് എന്നാൽ അലസവാതകങ്ങൾ മറ്റ് പദാർത്ഥങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നൈട്രജൻ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഓക്സീകരണം തടഞ്ഞ് ടങ്സ്റ്റനെ ചുട്ടുപഴുത്ത നിലയിൽ ധവളപ്രകാശം ഉണ്ടാക്കുന്ന നിലയിൽ ഒരുപാട് നേരത്തേക്ക് നമുക്ക് നിലനിർത്താനും ബൾബിന്റെ ആയുസ് വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നു. നിക്രോം ഈസ് നോട്ട് യൂസ്ഡ് ആസ് ഫിലമെന്റ് ഇൻ ഇൻകാൻഡസന്റ് ലാമ്പ്. ഇൻകാൻഡസന്റ് ലാമ്പ് അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പിൽ നിക്രോം യൂസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? വൈ? ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ നിക്രോം വിൽ നോട്ട് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് എനർജി. നിക്രോം ഒരിക്കലും ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. ഇൻ ഹോട്ട് കണ്ടീഷൻ ഇറ്റ് വിൽ ബിക്കം ഓൺലി ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ. ഇത് ചുവന്ന ചുട്ടുപൊടുത്ത അവസ്ഥയിലേക്ക് മാത്രമേ നിക്രോമിന് മാറാൻ കഴിയുന്നുള്ളൂ. ധവളപ്രകാശം പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല. അത് തന്നെയാണ് കാരണം.
Nowadays we are not using incandescent lamp. Why? ഇപ്പോഴുള്ള സമയങ്ങളിൽ നമ്മൾ ബൾബിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ a major part of the electrical energy supplied to an incandescent lamp is lost as heat. Hence the efficiency of these device is less. അതായത് ഇവിടെ നമുക്ക് ഇൻകാൻഡസന്റ് ലാമ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി ഊർജ്ജം എല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെടാൻ കഴിയുന്നില്ല. കാരണം അതിൽ ഭൂരിഭാഗവും ഹീറ്റ് എനർജി ആയിട്ട് നഷ്ടപ്പെടുകയാണ്. വാട്ട് ആർ ദ അതർ ടൈപ്സ് ഓഫ് ലാംപ്സ് വർക്കിംഗ് ഓൺ ഇലക്ട്രിസിറ്റി? ഏതെല്ലാമാണ് ഇലക്ട്രിസിറ്റിയിലൂടെ വൈദ്യുതിയിലൂടെ പ്രകാശത്തെ പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങൾ അല്ലെങ്കിൽ ലാമ്പ് എന്ന് പറയുന്നത്? അതിന് എക്സാമ്പിളാണ് ഡിസ്ചാർജ് ലാമ്പ്, ഫ്ലൂറസെന്റ് ലാമ്പ്, LED ലാമ്പ്. ഇതെല്ലാം നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇപ്പം യൂട്ടിലൈസ് ചെയ്തു വരുന്നത് LED ലാമ്പാണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്ചാർജ് ലാമ്പ്. ഡിസ്ചാർജ് ലാമ്പിന്റെ പ്രവർത്തന തത്വം എന്തെന്ന് നോക്കാം. ഡിസ്ചാർജ് ലാംപ്സ് ആർ ഗ്ലാസ് ട്യൂബ് ഫിറ്റഡ് വിത്ത് 2 ഇലക്ട്രോഡ്സ്. ഗ്ലാസ് ട്യൂബിൽ ഇലക്ട്രോഡ് ഘടിപ്പിച്ച തരത്തിലാണ് ഡിസ്ചാർജ് ലാമ്പ് ഉള്ളത്. ദേ എമിറ്റ് ലൈറ്റ് ആസ് എ റിസൾട്ട് ഓഫ് ഡിസ്ചാർജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദ ഗ്ലാസ് ഫിൽഡ് ഇൻ ട്യൂബ്. അപ്പം നമ്മുടെ ഈ ഗ്ലാസ് ട്യൂബിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഗ്യാസസിന്റെ ചാർജസ് ഡിസ്ചാർജ് ചെയ്യുന്നതിലൂടെയാണ് ഡിസ്ചാർജ് ലാമ്പ് പ്രവർത്തിക്കുന്നത്. വെൻ എ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ് ദ ഗ്യാസ് മോളിക്യൂൾ ഗെറ്റ് എക്സൈറ്റഡ്. അതായത് ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസ്, ഗ്യാസിന്റെ അതായത് വാതകത്തിന്റെ തന്മാത്ര ഉയർന്ന എനർജി സ്റ്റേറ്റിലേക്ക്, ഊർജ്ജ നിലയിലേക്ക് മാറ്റപ്പെടുന്നു. എക്സൈറ്റഡ് ആറ്റം കംസ് ബാക്ക് ടു ദെയർ ഒറിജിനൽ സ്റ്റേറ്റ് ഫോർ അറ്റൈനിങ് സ്റ്റെബിലിറ്റി. അപ്പം സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് ആറ്റം എല്ലാം എന്ത് ചെയ്യുന്നു? ഒറിജിനൽ ഇതിന്റെ പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരികയും ഡ്യൂറിംഗ് ദിസ് പ്രോസസ് ദ എനർജി സ്റ്റോർഡ് ഇൻ ദം വിൽ ബി റേഡിയേറ്റഡ് ആസ് ലൈറ്റ്. അത്തരത്തിൽ ഇതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്ന ആ സമയത്ത് അതിന്റെ എനർജി, സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി ലൈറ്റ് ആയിട്ട് എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദ എനർജി ലെവൽ, ലൈറ്റ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ആൻഡ് അതർ റേഡിയേഷൻ ആർ എമിറ്റഡ്. അപ്പം ഇത്തരത്തിലുള്ള ഈ എനർജിയുടെ വ്യത്യാസം ലൈറ്റിനുള്ള കളർ വേരിയേഷൻ ഉണ്ടാക്കാനും അതേപോലെ തന്നെ റേഡിയേഷൻ എമിറ്റ് ചെയ്യാനും കാരണമാകുന്നു. LED ബൾബ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് LEDയുടെ ഫുൾ ഫോം. അപ്പം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഉപയോഗിക്കുന്നതിലൂടെ ഇന്ന് നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യലായി മാറിയിരിക്കുന്ന ഒരു കാര്യം? ആസ് ദർ നോ ഫിലമെന്റ് ദർ ഈസ് നോ ലോസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഇവിടെ LED ബൾബിൽ ഹീറ്റ് എനർജി ആയിട്ട് ലോസ് ചെയ്തിട്ടല്ല ലൈറ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വൈദ്യുതിയുടെ നഷ്ടം ഇവിടെ വളരെ കുറവാണ്. സിൻസ് ദർ ഈസ് നോ മെർക്കുറി ഇൻ ഇറ്റ് ഈസ് നോട്ട് ഹാംഫുൾ ടു എൻവയോൺമെന്റ്. അതുപോലെ തന്നെ മെർക്കുറിയുടെ ഉപയോഗമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പ്രകൃതി സൗഹൃദമാണ് LED ബൾബ്. അതേപോലെ തന്നെ പെർഫോമൻസ് വൈസും മറ്റ് ലാമ്പുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് നല്ല പ്രകാശവും അതേപോലെ തന്നെ പ്രവർത്തനക്ഷമതയുമുള്ള ലാമ്പാണ് LED ബൾബ്. ഇതിന്റെ കൺസ്ട്രക്ഷനും റിപ്പയറും റീയൂസും ഡിസ്പോസലും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇറ്റ് ഈസ് ദ റിസർച്ച് ഫോർ ഹൈ എനർജി എഫിഷ്യന്റ് ആൻഡ് ലെസ് പൊല്യൂഷൻ ബൾബ് ദാറ്റ് ലീഡ്സ് ടു ദ ഇൻവെൻഷൻ ഓഫ് LED ബൾബ്. അതായത് ഹൈ എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള പൊല്യൂഷൻ, മലിനീകരണം ഏറ്റവും കുറവുണ്ടാകുന്ന ബൾബിനെ കുറിച്ചുള്ള കണ്ടുപിടുത്തം അല്ലെങ്കിൽ ആ ഒരു തെരച്ചിലാണ് LEDയുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. LED ബൾബ് ആർ മോർ എഫിഷ്യന്റ് ദാൻ അതർ ബൾബ്. അത് മറ്റ് ബൾബിനേക്കായി അല്ലെങ്കിൽ ലാമ്പിനേക്കായും ഒരുപാട് കാര്യക്ഷമമുള്ള ബൾബാണ് അല്ലെങ്കിൽ ലാമ്പാണ് LED. ലോ പവർ കൺസംഷൻ, കുറഞ്ഞ എനർജി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഹൈ എഫിഷ്യൻസി, ഉയർന്ന കാര്യക്ഷമതയാണ്. അതേപോലെ ഹൈ ലോങ്ങിറ്റിവിറ്റി, അതായത് ഒരുപാട് ആയുസ്സുണ്ട്, ആർ ദ അഡ്വാൻറ്റേജസ്. ഇതൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ. പ്രൊഡക്ഷൻ ഓഫ് LED ബൾബ് അറ്റ് ലോ കോസ്റ്റ് മസ്റ്റ് ബി എൻകറേജ്ഡ് ടു എൻഹാൻസ് ദെയർ യൂസ്. അതുപോലെ തന്നെ ഇതിന്റെ ഉൽപാദനം ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നടത്തുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടുവാണ്. At the same time, we should know how to do minor repair of the bulb to facilitate its reuse and also the scientific method of its disposal to minimize the released environment
പ്രോബ്ലം. അപ്പം ഇത് ഈ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരേ സമയം ഇതിനെ നമുക്ക് റീയൂസ് ചെയ്യാനും അതേപോലെ തന്നെ ഡിസ്പോസ് ചെയ്യാനും നശിപ്പിച്ച് കളയാനുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട്. അതിന്റെ റിപ്പയറിംഗ് ഭാഗത്തേക്കായി ആണ് നമ്മൾ ഇനി കടക്കുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾ നോക്കി അറിയാം ബൾബിന്റെ നമ്മുടെ LED ബൾബിന്റെ വിവിധ ഭാഗങ്ങൾ: ബേസ് യൂണിറ്റ്, ഹീറ്റ് സിങ്ക്, ബേസ് പ്ലേറ്റ്, ബാക്ക് കണ്ടക്ടർ സ്ക്രൂ, പവർ സപ്ലൈ ബോർഡ് അല്ലെങ്കിൽ LED ഡ്രൈവർ, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അല്ലെങ്കിൽ LED ചിപ്പ് ബോർഡ്, ഡിഫ്യൂസർ കപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് LED നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ അതിന്റെ സർക്യൂട്ട് റീസെറ്റ് ചെയ്തുകൊണ്ടും നമുക്ക് LED വീണ്ടും വീണ്ടും ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിന്റെ ഡയോഡുകൾ മാറ്റിക്കൊണ്ടും നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഇനി നമുക്കറിയേണ്ടത് ഈ ചാപ്റ്ററിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ്. അറിയാമല്ലോ, കറണ്ടിന്റെ ഇക്വേഷൻ I=Q/T, പൊട്ടൻഷ്യൽ ഡിഫറൻസ് V=W/Q, ഓംസ് ലോ V=IR, ജൂൾസ് ലോ H=I²RT, പവർ 3 ഇക്വേഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ P=I²R, P=V²/R, P=VI. ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ ചോദിക്കുന്ന പ്രോബ്ലത്തിന്റെ ഗിവൺ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അൺനോൺ ഫാക്ടർ നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. സിലബസ് ഓഫ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇത്രയും പോർഷൻ, ഈ 8 പോർഷനും നമ്മൾ 3 വീഡിയോയിലൂടെ കവർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ 1ഉം 2ഉം പാർട്ട് 1ഉം 2ഉം 3ഉം വീഡിയോ കാണാൻ മറക്കരുത്. കാരണം ഇത് എല്ലാം കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിൽ ഏത് ചോദ്യം ചോദിച്ചാലും അതിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനും സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിനെ നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കുറെ കാര്യങ്ങളാണ്. ലൈറ്റ് ഇടുന്നു, ഇല്ലേ, തുണി തേക്കുന്നു, ഹീറ്റിംഗ് എഫക്റ്റും ലൈറ്റിംഗ് എഫക്റ്റും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നിലുള്ള ശാസ്ത്രീയത എന്താണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. അപ്പം അത്തരത്തിൽ ആ ഒരു കാഴ്ചപ്പാടോടു കൂടിയായിരിക്കണം ഫിസിക്സിനെ നമ്മൾ കാണേണ്ടത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ, പക്ഷെ അതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയത എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല. അത് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നു. അതിന് പിന്നിലുള്ള ഓരോ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുന്നതിലൂടെ ഫിസിക്സ് വളരെ സരളമായിട്ടും ലളിതമായിട്ടും നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റ് ആണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത യൂണിറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും എല്ലാം ലൈക്കിലൂടെയും ഷെയറിലൂടെയും കമന്റിലൂടെയും സബ്സ്ക്രിപ്ഷനിലൂടെയും ബെൽ ബട്ടണിലൂടെയും എല്ലാം നിങ്ങൾ എനിക്ക് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ വി സൈനിങ് ഔട്ട്.